നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്, വ്യാഴാഴ്ച, കർക്കിടകം 22. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം ഉണ്ടായ ധരായിൽ രക്ഷാപ്രവർത്തനം രണ്ടാം ദിവസം തുടരുകയാണ്. സംസ്ഥാനത്ത് നിന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 2 ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ട്രംപിന്റെ അധിക തീരുവ ഉത്തരവിൽ ഇന്ന് ട്രംപ് ഉത്തരവെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാന വാർത്തകൾ സംഭവിക്കുന്ന ദിനം കൂടിയാണ്. നമുക്ക് ആദ്യം നോക്കാം തലക്കെട്ട്. പ്രിയ പ്രേക്ഷകർക്ക് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ഉത്തരാഖണ്ഡിലെ രക്ഷാദൌത്യ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടായ ധരായിൽ രക്ഷാദൌത്യം ഇന്നും തുടരും. 60-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി നിഗമനമുണ്ട്. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. മേഖലയിൽ കുടുങ്ങിയ 28-അംഗ മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിനിത വിജി ഡൽഹിയിൽ നമ്മോടൊപ്പം ചെയ്യുന്നു. വിനിത, ഈ പറഞ്ഞതുപോലെ രക്ഷാദൌത്യം രണ്ടാം ദിനം തുടരുകയാണ്. 60-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോൾ നിഗമനമുള്ളത്. എത്തരത്തിലുള്ള തെരച്ചിലും രക്ഷാദൌത്യവുമാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഈ മേഖലയിലേക്ക് കൂടുതൽ സൈനികരും അർദ്ധസൈനികർക്കും എത്താനായിട്ടുണ്ടോ? കൂടുതൽ വഴികളൊക്കെ തെളിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പല മേഖലകളിലായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അടിയന്തര സഹായത്തിന് ഈ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോഴും പല മേഖലകളിലും മഴ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ധരാലിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഭാഗത്തേക്കുള്ള പാതകളും പാലങ്ങളും റോഡുകളും ഒക്കെ തന്നെ പൂർണ്ണമായും പല മേഖലകളിലും തകർന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്ത നിവാരണ സേനാ അംഗങ്ങൾക്കൊക്കെ ഈ മേഖലകളിലേക്ക് എത്താൻ വളരെയധികം പ്രയാസമായിരുന്നു. പക്ഷേ എങ്കിലും അത്തരം പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതാണ്ട് 200-ലധികം വരുന്ന ഈ സേനാ അംഗങ്ങൾ, അതിൽ പോലീസുകാരുണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്, ഇങ്ങനെ 200-ലധികം പേരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഈ കാലാവസ്ഥ മോശമായതൊക്കെ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഒക്കെ ഒന്ന് പ്രതിസന്ധിയിലേക്ക് ആഴ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 5 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 190 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം കെട്ടിടങ്ങളും വീടുകളും ഒക്കെയാണ് ആ മേഖലയിൽ പൂർണ്ണമായും തകർന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു മേഖല പൂർണ്ണമായും ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റ് ഈ മണ്ണിടിഞ്ഞു കിടക്കുന്ന മേഖലകൾക്കിടയിലും ഒക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത്തരത്തിലേക്കുള്ള തിരച്ചിലുകളും ഒക്കെ ആ മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇന്നലെ ഉച്ചവരെ ഈ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഈ വിവിധ മേഖലകളിൽ, ഈ പ്രശ്നബാധിത മേഖലകളിലെല്ലാം ഈ ഡോക്ടർമാരുടെ അടക്കമുള്ള പ്രത്യേക സംഘങ്ങളെ കൂടി എത്തിച്ചിട്ടുണ്ട്. ഒരു പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഈ ഇത് നടക്കുന്നത്. ഇപ്പോഴും പല മേഖലകളിലും റെഡ് അലേർട്ട്, ഉത്തരകാശിയിൽ ഉൾപ്പെടെ റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ ആ മേഖലകളിൽ ഒഴിവാക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ് എന്നുള്ള ആശ്വാസകരമായ വാർത്ത ഇന്നലെ വന്നിരുന്നു. അവരെ എപ്പോഴേക്ക് നാട്ടിലെത്തിക്കും? അതിനുവേണ്ടിയുള്ള നടപടികൾ അതേ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴേക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത്? അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുതുതായി ലഭിക്കുന്നുണ്ടോ വിനീത? ടിക്ക് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അവർ സുരക്ഷിതരായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവരെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രാദേശിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. ഇത് ഏറ്റവും കൂടുതൽ ആ മേഖലകളിൽ ഈ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി, ഇപ്പോൾ മലയാളികളായ 28 പേരടക്കം നിരവധി വിനോദസഞ്ചാരികൾ വിവിധ മേഖലകളിലൊക്കെയായി ഉണ്ട്. ഇവരെയൊക്കെ സുരക്ഷിതമായ നാടുകളിലേക്ക് എത്തിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു എന്നാണ് നമുക്ക് പ്രാദേശികമായും ആ മേഖലകളിൽ നിന്നൊക്കെ ലഭ്യമായിരിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ റോഡുകളും പാലങ്ങളും ഈ മേഖലകളിലേക്കുള്ള എത്തിച്ചേരാനുള്ള വഴികളെല്ലാം പൂർണ്ണമായും തകർന്നത് തന്നെയാണ് ഇതിനൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇന്നലെയും പല മേഖലകളിൽ ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് അതൊക്കെ മാറ്റിയതിനു ശേഷമാണ് ഈ വാഹനങ്ങളും അല്ലെങ്കിൽ ഈ ദുരിത നിവാരണ സേനകൾക്കുമൊക്കെ ആ മേഖലകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്തു കൂടി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ
മേഖലകൾ ഈ പാതകളൊന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം ഈ കൂടുതൽ ആളുകളെ അവിടെ നിന്നും ഒക്കെ എത്തിക്കുന്നതിനും മറ്റുമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ഊർജിതമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ അവരെ സുരക്ഷിതരായി തന്നെയാണ് അവർ അവിടെ ഉള്ളതെന്നും നമുക്കൊരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു അടിയന്തര സഹായത്തിന് ആ മേഖലകളിലുള്ള ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു അടിയന്തര സഹായത്തിന് അവിടെയുള്ള കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാമെന്ന ഒരു വിവരം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്പറുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മേഖലകളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പക്ഷേ മോശം കാലാവസ്ഥയും ഒക്കെ അതിനൊരു നേരിയ തോതിലാണെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മൊബൈൽ നെറ്റ്വർക്കുകളൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ആശയവിനിമയം നടത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതും ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ഉയർത്തുന്നുണ്ട്. ശരി, വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രക്ഷാദൗത്യം തുടരുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ ദൗത്യസംഘത്തിന് മുമ്പിലുണ്ട്. അതിനെ മറികടന്ന രക്ഷാദൗത്യം അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് ദൗത്യസംഘത്തിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അമേരിക്ക ഇന്ത്യക്ക് മേൽ ആദ്യം പ്രഖ്യാപിച്ച 25% പകരം തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്നലെ പ്രഖ്യാപിച്ച പിഴ തീരുവ ഓഗസ്റ്റ് 27-നാണ് നിലവിൽ വരിക. മറ്റ് പല രാജ്യങ്ങളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യക്ക് മേൽ മാത്രം അധിക തീരുവ ചുമത്തുന്നത് അന്യായമാണ് എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചെയ്തു. മധു കൊട്ടാരക്കര കഴിഞ്ഞ ദിവസങ്ങൾ പ്രഖ്യാപിച്ച് 25% അധിക തീരുവ ഇന്ന് ഉത്തരവായി ഇറങ്ങുന്നു. അതിനോടൊപ്പം ഇന്നലെ ഒരു ഇടുത്തി എന്ന വണ്ണം വീണ്ടും തീരുവ കൂട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യ ഈ തീരുവയെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഇന്ത്യൻ നീക്കം? ഗുഡ് മോർണിംഗ് സുഹേൽ, റീജിത്ത്. ഇന്ന് ഇന്ത്യക്ക് റഷ്യൻ എണ്ണയുടെ പേരിൽ നിന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചു. ഇതോടെ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ജൂലൈ 31-ന് ഇന്ത്യയുടെ സമ്പദ്ഘടന ചത്തതാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള ഈ തീരുവ യുദ്ധം രൂക്ഷമാക്കിയത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 25% ചുങ്കത്തിന് പുറമെ 21 ദിവസം കഴിയുമ്പോൾ 25% കൂടി കൂട്ടി മൊത്തം ഒരു 50% ഒരു അധിക ചുങ്കമാണ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പറയുന്ന കാരണങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുവാനാണെന്നാണ്. യുക്രൈന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് യുക്രൈൻ അധിനിവേശം റഷ്യ നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഓർഡറിലേക്കാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ വലിച്ചഴച്ചിരിക്കുന്നത്. ഇതിനായി റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് വഴി ഇന്ത്യൻ പണം ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ 25% അധിക ചുങ്കം പിഴ രൂപത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 21 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നതെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രതികരണം ഇത് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ വരുന്നത്. ഇന്ത്യ പറയുന്നത് അന്യായം, അതുപോലെ ഇത് അനീതിയാണ്, യുക്തിരഹിതമാണെന്നാണ് പറയുന്നത്. തന്നെയുമല്ല, രാജ്യ താല്പര്യം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെ പോകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ന് ഈ ആപ്പിളിന്റെ CEO ടിം കുക്കുമായിട്ട് വൈറ്റ് ഹൗസിൽ ഒരു വലിയ പ്രോജക്ട്, 100 ബില്യന്റെ ഒരു പ്രോജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 600 ബില്യൺ വരും വർഷങ്ങളിൽ ആപ്പിൾ പുറം രാജ്യങ്ങളിലേക്കുള്ള ജോലികളൊക്കെ അമേരിക്കയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതിനുശേഷം വൈറ്റ് ഹൗസിൽ ഉച്ച കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ കാര്യം എടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അടുത്ത 8 മണിക്കൂറുകൾ നിർണായകമാണ് ഈ വിഷയത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ഘട്ട ഉപരോധങ്ങളെ പറ്റിയും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുകയാണെന്ന് നമുക്കറിയാം. അതുപോലെ അജിത് ഡോവലും റഷ്യയിലേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ S ജയശങ്കറും റഷ്യയിലേക്ക് പോകുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആദ്യമായിട്ട് രണ്ടാം ടൈമിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ബ്രസീൽ പ്രസിഡന്റാണ് വളരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യയുടെ അതേ രീതിയിൽ 50% അധിക ചുങ്കം നേരിടുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലൂല ഡാ സിൽവ പറയുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിക്കണം ഇതിനെതിരെ. മോദിയും ഷി ജിൻപിങ്ങും ബ്രസീലുമായിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവനയ്ക്കായിട്ട് ബ്രസീൽ പ്രസിഡന്റ് തയ്യാറെടുക്കുകയാണ്. വിജിത്, സുഹേൽ. അധിക തീരുവയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പിടും. ഏകദേശം 28-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 28 മുതലെങ്കിലും ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വരും. എന്തായാലും ഇതിന് പുറമെ ഒരു 25% തീരുവ കൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരമായി അമേരിക്ക ചുമത്തിയിട്ടുണ്ട്. ഇതും പിന്നീട് ഉത്തരവായി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കൻ ആവശ്യങ്ങൾ പരിഗണിച്ച് ഉൽപാദനം നടത്തണമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തിന് വഴങ്ങിയ ആപ്പിൾ അമേരിക്കയിൽ $100 ബില്യൺ അധിക നിക്ഷേപം നടത്തും. ഇതോടെ കമ്പനിയുടെ മൊത്തം നിക്ഷേപം $600 ബില്യൺ ആകും. വരുന്ന 4 വർഷം കൊണ്ടായിരിക്കും നിക്ഷേപമെന്ന് ആപ്പിൾ CEO ടിം കുക്ക്. ആപ്പിൾ അമേരിക്കയിൽ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.
ട്രംപിനൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിലാണ് ആപ്പിൾ സിഇഒ കമ്പനിയുടെ അമേരിക്കൻ പദ്ധതി വ്യക്തമാക്കിയത്. ടെക്സസിൽ AI സെർവർ പ്ലാന്റ് തുടങ്ങാനും കമ്പനിക്ക് പദ്ധതിയുണ്ടെന്ന് ടിം കുക്ക് അറിയിച്ചു. ആപ്പിൾ വാച്ചുകൾക്കും ഐഫോണുകൾക്കും കെൻറ്റക്കിയിൽ നിർമ്മിക്കുന്ന കോർണിംഗ് ഗ്ലാസ് ഉപയോഗിക്കുമെന്ന് കുക്ക് വ്യക്തമാക്കി. Today, Apple is announcing that it will invest $600 billion, that's with a B, in the United States over the next 4 years. That's $100 billion more than they were originally going to invest. And this is the largest investment Apple has ever made in America and anywhere else. And it's just an honor to have you. As you know, Apple's been an investor in other countries a little bit. I won't say which ones, but a couple. And they're coming home. അമേരിക്കയിലെ ജോർജിയയിലെ സൈനിക കേന്ദ്രത്തിലെ വെടിവെപ്പിൽ 5 സൈനികർക്ക് പരിക്ക്. 28-കാരനായ അമേരിക്കൻ സൈനികൻ കൊർണേലിയസ് റാഡ്ഫോർഡാണ് വെടിയുതിർത്തത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 11 മണിക്കാണ് ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പുണ്ടായത്. സ്വകാര്യ തോക്ക് ഉപയോഗിച്ചാണ് സൈനികൻ വെടിവെച്ചത് എന്നാണ് വിവരം. അക്രമിക്ക് ശരിയായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഷഹദ് റഹ്മാൻ കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേർന്നു. ഷഹദ്, വടക്കൻ ജില്ലകളിലാണ് പ്രത്യേക അലർട്ടുകളുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നിലവിലുള്ളത്? ഗുഡ് മോർണിംഗ് റജിത്ത്, സുഹേൽ. അതായത് യെല്ലോ അലേർട്ടാണ് ഇന്ന് ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉള്ളത്. നിലവിൽ പക്ഷേ ഈ മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഇന്നലെയോ ഇന്നോ മഴയോ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. എന്നാൽ വരും മണിക്കൂറുകളിൽ മഴയുണ്ടാകും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റുമുണ്ടാകും എന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന കാര്യവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പൊതുവെ മഴ തുടരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ ശക്തമായി തന്നെ മഴ ഉണ്ടാകും. കേരള സർവകലാശാല രജിസ്ട്രാർ തർക്കവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇന്നും വാദം തുടരും. ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് വാദം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള VC-ക്കെതിരെയും രജിസ്ട്രാർക്കെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം കേരള സർവകലാശാല ഭരണഘടന പ്രകാരം തനിക്കുണ്ട് എന്നാണ് VC-യുടെ വാദം. തന്റെ ജോലി വൈസ് ചാൻസലർ തടസ്സപ്പെടുത്തുന്നതാണ് ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിൽ പറയുന്നത്. അൻമരിയ സണ്ണി കൊച്ചിയിൽ ചെയ്യുന്നു. അൻമരിയ, കേരള സർവകലാശാലയിൽ ഈ പോര് വീണ്ടും തുടരുകയാണ്. ഹൈക്കോടതിയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ. സുഹൈൽ, കേരള സർവകലാശാല ക്യാമ്പസിൽ പ്രവേശന വിലക്കതി ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലറുടെ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം ഹൈക്കോടതിയിൽ നടന്നിരുന്നു. ഈ വാദങ്ങളിൽ ശക്തമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ കോടതി പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു: രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തത് പിൻവലിച്ച സിൻഡിക്കേറ്റ് യോഗത്തിന്റെ നിയമസാധുത മാത്രമാണ് പരിശോധിക്കുന്നതെന്ന് വാദത്തിനിടെ ഹർജി പരിഗണിച്ചിട്ടുണ്ട് ായിരുന്ന ജസ്റ്റിസ് TR രവി പറഞ്ഞിരുന്നു. മാത്രമല്ല, കൂടാതെ യോഗത്തിന്റെ വീഡിയോ റെക്കോർഡിംഗ് സാധ്യത ഉണ്ടോ എന്നും കോടതി ചോദിച്ചിരുന്നു. മറ്റൊരു കാര്യം കോടതി പറഞ്ഞിരുന്നത്, സസ്പെൻഷൻ നടപടികൾ ആവശ്യമില്ലെന്ന് സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് അംഗീകരിച്ചാൽ തീരുമാനിക്കുന്നതല്ലേ വിഷയമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ ഈ VC-യുടെ അഭിഭാഷകയുടെ വാദം ഇങ്ങനെയായിരുന്നു: ഞായറാഴ്ച ദിവസം പ്രത്യേക യോഗം ചേർന്നാണ് സിൻഡിക്കേറ്റർ സസ്പെൻഷൻ പിൻവലിച്ചതെന്നും അജണ്ടയിൽ നിന്നും മാറിയാണ് വിഷയം പരിഗണിച്ചതെന്നും VC-യുടെ അഭിഭാഷക വാദിച്ചിരുന്നു. VC-യുടെ വാദം ഇന്നലെ പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് ഇന്ന് വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ ഇന്നും വാദപ്രതിവാദങ്ങൾ തുടരും. കൃത്യമായിട്ടുള്ള ഒരു നിയമസാധുതയും ഇന്ന് കോടതി പരിശോധിക്കുകയും ചെയ്യും. സുഹൈൽ. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കേരള സർവകലാശാലയിലെ അധികാര തർക്കം, നാടകീയ നീക്കങ്ങൾ, അതിൽ കോടതി എന്താണ് നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വീണ്ടും ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഇന്ന് വിഷയം എത്തുകയാണ്. മറ്റൊരു വാർത്തയിലേക്കാണ്. ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാങ്കേതിക സർവകലാശാല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. സർവറുകൾ സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് 2 മാസമായി പണം നൽകിയിട്ടില്ല. മാസം 87 ലക്ഷം വീതമാണ് അടയ്ക്കേണ്ടത്. കമ്പനി സേവനം നിർത്തിയാൽ ബിടെക് പഠനം സ്തംഭിക്കും. സർവീസ് ദാതാക്കളായ ആമസോൺ ക്ലൗഡിനും
ഇന്റർനെറ്റ് സേവനദാതാക്കളായ BSNL-നും കെ-ഫോണിനും നൽകേണ്ട തുകയും കുടിശ്ശികയാണ്. പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലയുടെ പരീക്ഷകളും ഫലപ്രഖ്യാപനങ്ങളും ഈ വർഷത്തെ ബിടെക് പ്രവേശന നടപടികളും ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഫണ്ട് ഉണ്ട്, പക്ഷേ ഫണ്ട് പാസ്സാക്കണമെങ്കിൽ ഒന്ന് ഈ ഫിനാൻസ് കമ്മിറ്റി ചേരണം, ഈ ഫിനാൻസ് കമ്മിറ്റിയുടെ ബഡ്ജറ്റ് സിൻഡിക്കേറ്റ് പാസ്സാക്കണം. ഇത് രണ്ടും നടക്കാത്തിടത്തോളം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റുന്നു. എന്താണ് വിവരങ്ങൾ? സുഹേൽ, VC-യും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം ഭരണ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുകയാണ്. കാരണം നിത്യ ചെലവുകൾ പോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ സർവകലാശാലയിലുള്ളത്. കഴിഞ്ഞ ദിവസം ബജറ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫിനാൻസ് കമ്മിറ്റി യോഗം ചേർന്നത്. പക്ഷേ അംഗങ്ങൾ ഹാജരാകാത്തതിനെ തുടർന്ന് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിഞ്ഞില്ല. നിലവിൽ ജൂലൈ മാസത്തെ ശമ്പളവും പെൻഷനും പോലും ഇതുവരെയും നൽകിയിട്ടില്ല. ഒപ്പം ബിടെക് പഠനം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് സർവകലാശാലയിലുള്ളത്. 87 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട പലർക്കും കൊടുക്കാനുണ്ട്. ഈ സോഫ്റ്റ്വെയർ സൂക്ഷിക്കുന്ന സെർവർ സൂക്ഷിക്കുന്ന കമ്പനിക്ക് 87 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. ഇതിന് പുറമെ ഈ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ആമസോൺ ക്ലൗഡിന് ഇതിന് പൈസ കൊടുക്കാനുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കാനുള്ള ഒരു നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പക്ഷേ സിൻഡിക്കേറ്റിന്റെയും VC-യും തമ്മിലുള്ള ഈ തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത് ഇത്തരത്തിൽ നീണ്ടുപോകുന്നത്. ഇതിനു പുറമെ ഈ സർവകലാശാലയിലെ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനങ്ങളും വൈകുന്ന ഒരു സാഹചര്യമാണ്. ഈ വർഷത്തെ ബിടെക് പ്രവേശന നടപടികൾ ഉൾപ്പെടെ മുടങ്ങുന്ന മറ്റൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സർക്കാരും എത്രയും വേഗം ഇടപെടണമെന്നൊരു ആവശ്യമാണ് നിലവിൽ വിദ്യാർത്ഥികളടക്കം ഉന്നയിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ നടത്തിയിരുന്നു. പക്ഷേ ഈ സ്ഥിരം ഒരു VC-യെ നിയമിക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. താൽക്കാലിക VC-ആയ ഡോക്ടർ ശിവപ്രസാദുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് സഹകരിക്കുന്നില്ല. ഈ ഒരു തർക്കമാണ് നിലവിലെ ഈ ഒരു ഭരണ പ്രതിസന്ധിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായി പറയുന്നത്. ശരി, MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സ്ഥിരം VC ഇല്ലാത്തതിന്റെ പ്രശ്നം, താൽക്കാലിക VC-യോട് സിൻഡിക്കേറ്റ് സഹകരിക്കാത്ത സാഹചര്യം, ഫണ്ട് ഉണ്ടായിട്ടും അത് ചിലവഴിക്കാൻ കഴിയാത്ത സാഹചര്യം, ഗുരുതരമായ പ്രതിസന്ധി സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. കേരളത്തെ ആകെ ഞെട്ടിച്ച കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് ഇന്നേക്ക് 5 വർഷം. റൺവേയിൽ നിന്ന് 30 അടി ആഴ്ചയിലേക്ക് വീണ് രണ്ടായി പിളർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ 21 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. കൊറോണ ഭീതി നിറഞ്ഞു നിന്ന കാലത്താണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ദുരന്തം. ദുബായിൽ നിന്ന് കോഴിക്കോട് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യയുടെ ബോയിങ് 7378 HG വിമാനത്തെ പൈലറ്റിന് റൺവേയിൽ പിടിച്ചു നിർത്താനായില്ല. കോഴിക്കോട് എയർപോർട്ടിലെ ടേബിൾ ടോപ്പ് റൺവേ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. നിരപ്പുള്ള പ്രദേശത്തു നിന്ന് റൺവേ ഉയർന്നു നിൽക്കുന്നതിനാലാണ് ടേബിൾ ടോപ്പ് എന്ന് വിളിക്കുന്നത്. റൺവേ അവസാനിക്കുന്ന സ്ഥലത്ത് വിമാനം നിർത്താൻ സാധിക്കാതെ വന്നതോടെ 30 അടി താഴ്ചയിലേക്ക് വിമാനം പതിച്ചു. തകർച്ചയിൽ വിമാനം 2 കഷണങ്ങളായി. 191 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പൈലറ്റ് വിംഗ് കമാൻഡർ ക്യാപ്റ്റൻ ദീപക് വസന്ത് സാഠയും കോ പൈലറ്റ് അഖിലേഷ് കുമാറും ഉൾപ്പെടെ 18 പേരാണ് അപകടത്തിൽ മരിച്ചത്. മോശം കാലാവസ്ഥ കാരണം റൺവേ കൃത്യമായി കാണാൻ സാധിക്കാത്തതും അപകടത്തിന് കാരണമായി. കോവിഡ് കാലത്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ സർക്കാർ ആവിഷ്കരിച്ച വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായിൽ നിന്നെത്തിയ വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം ഓടിയെത്തിയത്. വാട്സപ്പ് വഴി വിവരം പ്രചരിച്ചതോടെ 100 കണക്കിന് ആളുകൾ സംഭവസ്ഥലത്തെത്തി. ശേഷം പോലീസും അഗ്നിരക്ഷാസേനയും NDRF-ഉം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു. ലാൻഡിംഗ് സമയത്ത് ആദ്യ ടയർ പതിക്കേണ്ട ടച്ച് ഡൗൺ സോണും കഴിഞ്ഞ് റൺവേയുടെ പകുതി ഭാഗത്താണ് വിമാനം ഇറങ്ങിയത്. ഇതുകാരണമാണ് വിമാനം റൺവേയും കടന്ന് പുറത്തേക്ക് പോയതെന്നാണ് പിന്നീട് നടന്ന അന്വേഷണത്തിൽ വ്യക്തമായത്. റിസർച്ച് ഡെസ്ക് 24. കരിപ്പൂർ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ 5 വർഷം കഴിഞ്ഞിട്ടും ലഭിച്ചില്ല എന്ന് പരാതി. എയർ ഇന്ത്യ വഴി 10 ലക്ഷം രൂപ ലഭിച്ചുവെങ്കിലും പിന്നീട് ഇൻഷുറൻസ് തുക നൽകിയപ്പോൾ ഈ തുക കുറച്ചാണ് നൽകിയത്. കേരള സർക്കാരുകൾ നൽകിയ വാക്ക് പാലിക്കണമെന്നാണ് ദുരന്തബാധിതർക്ക് പറയാനുള്ളത്.
കരിപ്പൂർ വിമാനാപകടം നടന്നതിനു പിന്നാലെ കേന്ദ്ര സിവിലിയേഷൻ വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ നൽകുമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. എയർ ഇന്ത്യ വഴി പണം വന്നെങ്കിലും ഇൻഷുറൻസ് തുക ലഭിച്ചപ്പോൾ ഈ 10 ലക്ഷം കുറച്ചാണ് നൽകിയത്. അപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ച പണം എവിടെയെന്നാണ് ആക്ഷൻ കമ്മിറ്റി അടക്കം ചോദിക്കുന്നതും. സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പണം 10 ലക്ഷം രൂപ ഇവർക്ക് പിന്നീട് കിട്ടിയ ഇൻഷുറൻസ് തുകയിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ നാളിതുവരെ 5 വർഷമായിട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു വലിയ നിരുത്തരവാദിത്തമായ സമീപനമാണ്. പ്രഖ്യാപിച്ച ഒരു പൈസ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ സങ്കടമാണ്. ഇനി കേരള സർക്കാർ പ്രഖ്യാപിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ സൗജന്യമായി ഏറ്റെടുക്കുമെന്നതാണ്. ഇതിനായി ഉത്തരവുമിറങ്ങി. ഈ സമയത്ത് പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി എയർ ഇന്ത്യ തന്നെയാണ് ചികിത്സാ ചെലവ് വഹിച്ചിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് തുക നൽകി ചികിത്സാ ചെലവിൽ നിന്ന് എയർ ഇന്ത്യ പിന്മാറി. ഉത്തരവുണ്ടെങ്കിലും കേരള സർക്കാർ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. 65ഓളം പേരാണ് ആ നടുക്കുന്ന ദുരന്തത്തിന്റെ വേദന ഇപ്പോഴും അനുഭവിക്കുന്നത്. 65ഓളം പേർ ഇപ്പോഴും, അതിൽ ഒട്ടനവധി പേർ വീൽ ചെയറിലാണ്, നടക്കാൻ കഴിയാത്തവരാണ്, കിടക്കുന്നവരാണ്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞ ആ സൗജന്യ ചികിത്സ നിർബന്ധമായും കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ട്രോമ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം 5 വർഷമായപ്പോൾ ഏകദേശം മാറി. പക്ഷേ ആ ഒരു ട്രോമ കുറേ കാലം ആ ഒരു ഇത് ഉണ്ടായിരുന്നു. നല്ല പ്രയാസത്തിൽ തന്നെയായിരുന്നു കുറച്ച് കാലങ്ങളിലുണ്ടായി. ഇനിയൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത വിധം തളർന്നുപോയ നിരവധി പേർ ഇപ്പോഴും ജീവിതം തള്ളി നീക്കുന്നു. 24 മലപ്പുറം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഭരണ പ്രതിപക്ഷ വാക്പോരിൽ സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടേക്കും. ഇന്ത്യക്ക് മേൽ വീണ്ടും 25% താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. പാർലമെന്റ് കവാടത്തിൽ ഇന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതിഷേധിക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതിയുടെ വിമർശനം ആയുധമാക്കാനാണ് BJPയുടെ നീക്കം. വിനിത വിജി ഡൽഹിയിൽ വിശദാംശങ്ങളുമായി ചേർന്നു. വിനിത, ഇന്നത്തെ ഈ പ്രതിഷേധങ്ങൾ, ഈ പറഞ്ഞ പോലെ പാർലമെന്റിലെ പ്രതിഷേധം ചൂടുപിടിപ്പിക്കാൻ വിഷയങ്ങൾ ഏറെയുണ്ട്. ഈ പറയുന്ന ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്ക ഇരുട്ടി പോലെ നമുക്ക് നൽകിയ ട്രംപ് ആഘാതവുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഈ SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകളൊക്കെ അവർ നൽകിയിരുന്നുവെങ്കിലും അതൊക്കെ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷനാണ് കത്ത് നൽകിയിരുന്നത്. ഈ SIR ചർച്ചകൾ ആവശ്യപ്പെട്ടാണ് അദ്ദേഹവും കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇത്തരം ആവശ്യങ്ങൾ അത് ചർച്ച ചെയ്യാതെ പോകുന്നതിൽ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുള്ളത്. പതിവുപോലെ ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിലെത്തി ഈ സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. ഇതിനിടയിലാണ് സുഹൈൽ പറഞ്ഞതുപോലെ ഈ ട്രംപിന്റെ ഒരു ഇരുട്ടടി എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഇരട്ട താരിഫ് അടക്കം ചുമത്തിയ പശ്ചാത്തലത്തിൽ ആ വിഷയങ്ങളും സഭയിൽ കൊണ്ടുവന്ന അതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയൊക്കെ തന്നെ ഒരു തീരുമാനം. ഇന്ന് ഇന്ത്യ മുന്നണി പ്രത്യേക യോഗം കൂടി ചേർന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്ന് വൈകിട്ടാണ് യോഗമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലായിരിക്കും ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുക എന്നൊരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഈ യോഗം ചേർന്നത്. ഏതാണെങ്കിലും ഇങ്ങനെ ഈ SIR അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടി ചേരാനിരിക്കെ ഇന്ന് അത്തരം വിഷയങ്ങളിൽ മേൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുടെയൊക്കെ തന്നെ തീരുമാനം. ഇത് കൂടാതെ തന്നെ ഈ താരിഫ് ഏർപ്പെടുത്തിയ US നടപടിയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. പാർലമെന്റ് കവാടത്തിൽ ഇന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു BJPയെ തിരിച്ചൊരു ആയുധം എന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിമർശനം തന്നെയാണ്. നേരത്തെ തന്നെ BJP നേതാക്കളടക്കം ഈ വിമർശനവും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിമർശനമടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ ആയുധമാക്കാൻ തന്നെയാണ് BJPയുടെയും തീരുമാനം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. ഈ സഭ സമ്മേളിക്കുന്നതിന് മുന്നോടിയായി തന്നെ SIR ചർച്ച ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ പാർലമെന്റ് കവാടം സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുഹൈൽ, ട്രംപിന്റെ അധിക തീരുവയും ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും പാർലമെന്റ് നടപടികളെ ചൂടുപിടിപ്പിക്കും. വിനിതാ വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ഇന്ത്യ സഖ്യം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ യോഗം ചേരും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ബീഹാർ വോട്ടർ പട്ടിക വിവാദം ദേശീയ വിഷയമാക്കി ഉയർത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും യോഗത്തിൽ ചർച്ചയാകും. ആം ആദ്മി പാർട്ടി ഒഴികെ സഖ്യത്തിലെ മറ്റു പാർട്ടികളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. സമസ്തയിലെ അനുരഞ്ജന നീക്കങ്ങൾക്കിടെ ചേർന്ന മുഷാവറ യോഗത്തിലും ചർച്ചയായി വിവാദ വിഷയങ്ങൾ. ഒന്നിലും അന്തിമ തീരുമാനമെടുക്കാതെ യോഗം മാറ്റിവെക്കുകയായിരുന്നു. അനുനയ ചർച്ചകളെ ബാധിക്കാതിരിക്കാനാണ് ഇത്തരമൊരു നീക്കം എന്നാണ് സൂചന. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മലപ്പുറത്ത് മുഷാവറ യോഗം ചേർന്നത്. ലീഗ് അനുകൂലപക്ഷ മുഷാവറ അംഗങ്ങൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഷാവറ അംഗമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പാണക്കാട്ടെ വലിയ തങ്ങളെ അംഗമാക്കൽ കീഴ്വഴക്കമാണെന്നും വാദിച്ചു. എന്നാൽ പിന്നീട് തീരുമാനിക്കാമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതോടെ ചർച്ച അവസാനിച്ചു. ലീഗ് അനുകൂല പക്ഷത്തിന് മേധാവിത്വമുള്ള സുന്നി മഹൽ ഫെഡറേഷൻ സംഘടനയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ലീഗ് വിരുദ്ധപക്ഷം അഭിപ്രായപ്പെട്ടു. നിലവിലെ കമ്മിറ്റി മരവിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നായിരുന്നു യോഗ തീരുമാനം. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകൻ അസ്ഗർ അലി ഫൈസിയെ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് ജാമിയ മാനേജ്മെന്റിന് വീണ്ടും കത്തയക്കാനും മുഷാവറ യോഗം തീരുമാനിച്ചു. പൊതുധാരണയിലെത്തിയ CIC വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ട 2 ആഴ്ച സമയം പൂർത്തിയാകട്ടെ എന്നാണ് യോഗം വിലയിരുത്തിയത്. അതേസമയം സമസ്തയിലെ അനുനയ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന് മുമ്പ് പ്രശ്നം തീർക്കാൻ സമസ്തയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഭിന്നത ഒഴിവാക്കാൻ ലീഗിനും താൽപര്യമുണ്ട്. 24 തിരൂർ. ഇന്ത്യയുടെ ദേശീയഗാന ശില്പിയും വിശ്വസാഹിത്യകാരനുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 84ാം ഓർമ്മ ദിനമാണിന്ന്. കവി, സാമൂഹ്യ പരിഷ്കർത്താവ്, തത്വചിന്തകൻ തുടങ്ങിയ വിശേഷണങ്ങൾ ഏറെയുണ്ട് ടാഗോർ. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ആദ്യമായി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിയത് ടാഗോറിലൂടെയാണ്. വിശ്വസാഹിത്യത്തിലെ മഹാപ്രതിഭകളുമായി ഇന്ത്യയുടെ ആത്മാവിനെ ഇണക്കിച്ചേർത്ത ലോകസഞ്ചാരി, സംഗീതവും ചിത്രകലയും വിദേശ ഭാഷകളും സ്വായത്തമാക്കിയ മനീഷി, ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങളുടെ ദേശീയ ഗാനശില്പി. ചെറുപ്പം മുതൽ എഴുത്തിന്റെ ലോകത്തെത്തി. 14ാം വയസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം നിർത്തി. വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് നിർബന്ധിക്കുകയും യാത്രയിൽ ഒപ്പം കൂട്ടുകയും ചെയ്ത പിതാവാണ് രവീന്ദ്രനാഥിനെ വിശ്വമഹാകവി പദവിയിലേക്ക് ഉയർത്തിയത്. കൊൽക്കത്തയിലെ ശാന്തിനികേതനും സമാന്തര വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച് വിശ്വഭാരതി സർവകലാശാലയും സ്ഥാപിച്ചു. 1908 ബംഗാൾ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. 1912 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലൂടെ ജനഗണമന രാജ്യത്തിന് സമർപ്പിച്ചു. ഭാരതത്തിനകത്തും പുറത്തും നിരവധി പരിഭാഷകളുണ്ടായ ഗീതാഞ്ജലിയിലൂടെ ആദ്യമായി നൊബേൽ പുരസ്കാരം രാജ്യത്തെത്തിച്ചു. ചെറുപ്രായത്തിൽ തന്നെ നിരവധി യാത്രകൾ നടത്തി. 5 ഭൂഖണ്ഡങ്ങളിലെ 30ലേറെ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ യാത്രകളിലൂടെ ഇന്ത്യൻ സാഹിത്യവും സംസ്കാരവും ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തി. ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷുകാർ നടത്തിയ നരനായാട്ടിൽ പ്രതിഷേധിച്ച് സർപദവിയും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചു. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് സംബോധന ചെയ്തത് ടാഗോറാണ്. ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗുരുദേവെന്നും. റിസർച്ച് ഡെസ്ക് 24. സിനിമാ കോൺക്ലേവ് വേദിയിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ വിവാദമൊഴിയുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ കേസെടുക്കാത്തതിലും പ്രതിഷേധമുയരുന്നുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കാത്തത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഉൾപ്പെടെ ഒരു വിഭാഗം ആലോചിക്കുന്നുണ്ട്. അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെതിരെ സദസ്സിൽ തന്നെ പ്രതിഷേധിച്ച ഗായിക പുഷ്പവതി തുടർ വിവാദത്തിനില്ലെന്ന നിലപാടിലാണ്. പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസിനും തുടർ പ്രതികരണങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് നിലപാട്. വിഷയത്തിൽ 6 സംഘടനകൾ വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. വനിതാ കമ്മീഷന്റെ തുടർ നടപടിയും നിർണായകമാണ്. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ നടി ശ്വേതാ മേനോൻ. അമ്മ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നാണ് ശ്വേതയുടെ വാദം. കേസിന് പിന്നിൽ സംഘടനയുടെ ഒരു വിഭാഗം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം നിയമ നടപടികളിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. വൈസ് അഭിനന്ദ് കൊച്ചിയിൽ ചേരുന്നു. അഭിനന്ദ്, അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കേസ് വരുന്നത്, അതും ഗുരുതരമായ വകുപ്പുകളടക്കം ചുമത്തി. ഇതിനെ എങ്ങനെ നേരിടാനാണ് ശ്വേതാ മേനോന്റെ തീരുമാനം? വിവരങ്ങൾ.
സുഹൈൽ, ഈ മാസം 15-ന് ആണ് അമ്മ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം പരാതി സംഘടനയിലെ ഒരു വിഭാഗം തന്നെയാണെന്നാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. ഇത് ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നതിൽ അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം അനുവദിക്കില്ല എന്നായിരുന്നു ഇന്നലെ ശ്വേതാ മേനോനുമായുള്ള വൃത്തങ്ങളോടും ഒപ്പം തന്നെ ശ്വേതാ മേനോനോടും സംസാരിച്ചപ്പോൾ വ്യക്തമായത്. പക്ഷേ ഇത് FIR രേഖകൾ തന്നെ പരിശോധിക്കുമ്പോൾ അറിയാം എത്രത്തോളം ബാലിശമാണെന്നും താൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങൾ അന്ന് ഇല്ലാത്ത പ്രശ്നം ഈ സംഘടനയിലെ ഒരു ഭാരവാഹിയായി തലപ്പത്തേക്ക് തന്നെ മത്സരിക്കാനിരിക്കെ ഉയർന്നു വന്നതിൽ ഒരു ഗൂഢലക്ഷ്യമാണെന്നാണ് ശ്വേതാ മേനോൻ കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കേസിന് പിന്നിൽ സംഘടനയുടെ ഒരു വിഭാഗം തന്നെയാണെന്നും ടീമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ശ്വേതാ മേനോനെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്നുമായിരുന്നു സംഘടനയുടെ ഒരു വിഭാഗം ഇന്നലെ വ്യക്തമാക്കിയത്. ഇത് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ ഈ സംഘടനയുടെ ഒരു വിഭാഗം കൂടി ശ്വേതയ്ക്ക് പിന്തുണ നൽകി കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. IT നിയമത്തിലെ 67A പ്രകാരമാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ശരി, ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതി എന്ന വിമർശനം ശ്വേതാ മേനോൻ ഉയർത്തുന്നു. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ശ്വേത. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ നിന്ന് ഇന്ധനവും അപകടകരമായ രാസവസ്തുക്കളുടെ അടങ്ങിയ കണ്ടെയ്നറുകളും കരയ്ക്കെത്തിക്കാനുള്ള സാൽവേജ് ഓപ്പറേഷൻ ഉടൻ തുടങ്ങും. മെർക്ക് എന്ന സിംഗപ്പൂർ കമ്പനിയുടെ 70-അംഗ സംഘം ഇതിനായി കൊല്ലത്തെത്തി. മുങ്ങിയ കപ്പലിൽ നിന്ന് ബാരലിൽ ശേഖരിക്കുന്ന ഇന്ധനവും കണ്ടെയ്നറുകളും ബാർജുകളിൽ കൊല്ലം പോർട്ടിൽ എത്തിക്കും. MSC എൽസ കപ്പലിൽ നിന്ന് കടൽ പതിച്ച എണ്ണയും കപ്പലിലെ ഓയിലും രാസവസ്തുക്കളും അടങ്ങിയ കണ്ടെയ്നറും നീക്കം ചെയ്യാനുള്ള ദൌത്യമാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം പോർട്ടിൽ തീരസേവനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. സാൽവേജ് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന വിദഗ്ധർ കപ്പൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചായിരിക്കും. ഇതിനായി മെർക്ക് എന്ന സിംഗപ്പൂർ കമ്പനിയുടെ 70-അംഗ സംഘം കൊല്ലത്തെത്തി. 60ഓളം ടെക്നീഷ്യൻസ്, ഡൈവേഴ്സ് അടക്കമുള്ള ടെക്നീഷ്യൻസ്, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇവിടെ നിന്ന് കടലിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഉണ്ട് ഇവിടെ. ഇതിപ്പം 3 ദിവസം കഴിഞ്ഞ് അവർ പോകും. പിന്നെ അവിടെ ആളുകളെ ഇറക്കി അവിടെ ഈ ഓപ്പറേഷൻ കുറച്ച് ദിവസം ഈ ഡൈവേഴ്സ് അവിടെ നിൽക്കും. പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരും. പിന്നെ അതിനുശേഷം വേറെ ടെക്നീഷ്യൻസിനെ കൊണ്ട് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആയിരിക്കും അത്. ഇതിനു പുറമെ സാൽവേജ് ഓപ്പറേഷൻ എത്തിച്ച കൂറ്റൻ കപ്പലിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണവും കുടിവെള്ളവും തുടങ്ങിയ എത്തിക്കുന്നതും കൊല്ലം പോർട്ടിൽ നിന്നാകും. കപ്പൽ മുങ്ങിയ ഭാഗത്തേക്ക് ബോട്ടുകളും മറ്റ് കപ്പലുകളും എത്താതിരിക്കാൻ നിലവിൽ ബാർജറുകൾ റോന്തു ചുറ്റുന്നുണ്ട്. ഇവയും ബങ്കറിന് കുടിവെള്ളം, ഭക്ഷണം എന്നിവ ശേഖരിക്കാനും കൊല്ലം പോർട്ടിൽ നിരന്തരം എത്തും. കൊല്ലം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഇതാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതും നമുക്കിവിടെ ഇമിഗ്രേഷനും കസ്റ്റംസും പോർട്ട് ഹെൽത്ത് എല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടെ കൊല്ലം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സാൽവേജ് ഓപ്പറേഷൻ പൂർത്തിയാകുന്നതുവരെ എമിഗ്രേഷൻ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ താൽക്കാലികമായും നിയമിക്കും. കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളും കൊല്ലം പോർട്ടിലാണ് സംഭരിച്ചിരിക്കുന്നത്. 24 കൊല്ലം. CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ട. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് വന്നേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ നടപടികളും യോഗം ചർച്ച ചെയ്യും. ചുരുളഴിയാതെ ദുരൂഹത. ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യന് സഹായികളെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിലും റോസമ്മ ഉൾപ്പെടെ സംശയപ്പട്ടികയിലുള്ളവരെ കേന്ദ്രീകരിച്ചാണ് തുടരന്വേഷണം. ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു തിരോധാന കേസുകളിലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷണം നടത്തുന്നത്. അശ്വിൻ പാലാഴി ചേർത്തലയിൽ ചെയ്യുന്നു. അശ്വിൻ, ഇന്നോട് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞൊരു 7 ദിവസമായി കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടാക്കാനായിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴികൾ, വിവരങ്ങൾ? പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കാര്യമായ മുന്നേറ്റവും ഉണ്ടാക്കാൻ പോലീസിന് അന്വേഷണ സംഘത്തിനായിട്ടില്ല. വീട്ടിലും പലയിടത്തുമായി നടത്തിയ തെളിവെടുപ്പിലും ഒന്നും കണ്ടെത്താനായില്ല. ഇന്നലെ ആകെ കിട്ടിയത് ഒരു കത്തിക്കരിഞ്ഞ വാച്ചിന്റെ സ്ട്രാപ്പ് മാത്രമാണ് എന്തെങ്കിലും ഒരു തെളിവ് എന്ന രീതിയിൽ അവർക്ക് ശേഖരിക്കാനായത്. ഇതോടുകൂടിയാണ് സെബാസ്റ്റിന് പുറത്തേക്ക് കൂടി അന്വേഷണം ശക്തമാക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഇന്നലെ ഈ സെബാസ്റ്റിന്റെ
സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലൊരു പരിശോധന നടത്തിയിരുന്നു. അവിടെയും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. എങ്കിലും ഈ റോസമ്മയെ സംശയത്തിന്റെ പരിധിയിൽ നിന്നും അന്വേഷണ സംഘം മാറ്റി നിർത്തുന്നില്ല. വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത് ചേർത്തല പോലീസാണ്. ചേർത്തല പോലീസായിരിക്കും റോസമ്മയെ ചോദ്യം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഈ സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ മുൻപ് ബിന്ദു പത്മനാഭന്റെ ഭൂമി തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട ഇയാൾ ജയിലിൽ കഴിയുന്ന കാലത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം സെബാസ്റ്റിന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സെബാസ്റ്റിന്റെ ബിനാമികളായ ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായ മറ്റൊരു അന്വേഷണം നടക്കുന്നത്. ഒപ്പം വസ്തു ഇടപാടുകളും തട്ടുപൂലമടക്കം ഈ സെബാസ്റ്റിന്റെ പേരിൽ മറ്റ് കേസുകളുമുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും ഈ തിരോധാന കേസുകളിൽ കിട്ടാത്ത തെളിവുകൾ അത് മറ്റ് വഴിയുള്ള അന്വേഷണത്തിലൂടെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയിലാണ്. ആ അവസാന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ശരി, അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുനമ്പം വഖഫ് ഭൂമി കേസുമായി ബന്ധപ്പെട്ട് പറവൂർ സബ് കോടതിയിലുള്ള രേഖകൾ വിളിച്ചു വരുത്തുന്ന കാര്യത്തിൽ വഖഫ് ട്രിബ്യൂണൽ ഇന്ന് വിധി പറഞ്ഞേക്കും. കൊച്ചിയിലാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. വഖഫ് ബോർഡാണ് ട്രിബ്യൂണൽ രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ആവശ്യം ട്രിബ്യൂണൽ നേരത്തെ തള്ളിയിരുന്നു. എന്നാൽ വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി ഈ വിധി റദ്ദാക്കുകയായിരുന്നു. വഖഫ് ബോർഡിന്റെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി ട്രിബ്യൂണലിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആവശ്യം കഴിഞ്ഞ തവണ പരിഗണിച്ചത്. അതേസമയം ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തത് ചോദ്യം ചെയ്ത് മുനമ്പം നിവാസികൾ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന കാര്യവും ഇന്ന് പരിഗണിക്കും. വെൽക്കം ബാക്ക്. ധർമ്മസ്ഥലയിലെ തെരച്ചിലുകൾക്കിടെ ചില സംഘർഷ വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷാ വിന്യാസം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ സൗജന്യയുടെ അമ്മാവന്റെ വാഹനത്തിന് നേരെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തുന്ന സൗജന്യയുടെ അമ്മാവന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തു എന്ന വിവരം വരുന്നു. സൗജന്യയുടെ ചിത്രമുള്ള വാഹനമാണ് തകർത്തത്. അതേപോലെ തന്നെ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അവിടെ ഇരു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാകാൻ സാധ്യത കൂടി കണക്കിലെടുത്ത് വലിയ സുരക്ഷാ വിന്യാസം മേഖലയിൽ ഉണ്ടെന്ന് റഹീസ ധർമ്മസ്ഥലയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വീടുകളിൽ നിന്ന് പനിക്കാലം മാറാത്ത സമയമാണിപ്പോൾ. പനികൾ തന്നെ പല പേരുകളിലായതിനാൽ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. പകർച്ചപ്പനികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ അനിവാര്യമാണെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ, MMR, HPV വാക്സിനുകൾ അനിവാര്യമാണ്. സർക്കാർ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ ഈ വാക്സിനുകൾ ഉൾപ്പെടുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ജനിച്ചു വീഴുമ്പോൾ തന്നെ പ്രതിരോധ കുത്തിവയ്പ് ലഭിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായും സൗജന്യമായാണ് 12 രോഗങ്ങൾക്കെതിരായ പ്രതിരോധ വാക്സിനുകൾ ലഭിക്കുന്നത്. കാലഘട്ടം മാറുന്നതനുസരിച്ച് പുതുതായി വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ നിലവിൽ നൽകുന്ന വാക്സിനുകളുടെ കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിൽ പ്രധാനമാണ് MMR, HPV, ഇൻഫ്ലുവൻസ വാക്സിനുകൾ. എപ്പോൾ മുതൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാം? ഇൻഫ്ലുവൻസ വാക്സിൻ കുട്ടികൾക്ക് ആദ്യത്തെ വർഷം തന്നെ തുടങ്ങാവുന്നതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രചാരത്തിലുള്ള ആ സ്കെഡ്യൂൾ പ്രകാരം 6ാമത്തെയും 7ാമത്തെയും മാസങ്ങളിൽ ഓരോ വാക്സിൻ, 6 മാസം ഒരു വാക്സിൻ, 7ാമത്തെ മാസം അതിൻ്റെ സെക്കൻഡ് ഡോസ്. അത് കഴിഞ്ഞ് ഓരോ വർഷവും സിംഗിൾ ഡോസ്, ഓരോ ഡോസ് എടുത്താൽ മതി. 2ാമത്തെ വയസ്സിൽ, 3ാമത്തെ വയസ്സിൽ, 4ാമത്തെ വയസ്സിൽ, അങ്ങനെ ഓരോ വർഷവും ഓരോ ഡോസും കൂടിയാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. വാക്സിനുകൾ സ്വീകരിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി കൂടും. ഇതോടെ വീടുകളിലെ ആശുപത്രി ചിലവുകൾ കുറയും. എന്നാൽ നിലവിൽ സർക്കാർ സംവിധാനത്തിൽ ഈ വാക്സിൻ ലഭ്യമല്ല. നിലവിൽ നൽകുന്ന വാക്സിനുകൾക്കൊപ്പം ചിക്കൻ പോക്സ്, ടൈഫോയിഡ്, RSV, HPV, ഹെപ്പറൈറ്റീവ് വാക്സിനുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ആരോഗ്യമേഖലയിൽ കേരളത്തിന് സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. 24 കൊച്ചി. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകും. പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കുന്നതോടെയാണ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുക. അതേസമയം സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം സംഘടനയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സാന്ദ്ര നൽകിയ ഹർജി എറണാകുളം സബ് കോടതി ഈ മാസം 11-ന് വീണ്ടും പരിഗണിക്കും. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര നൽകിയ പത്രികകളാണ് തള്ളിയത്. അൻമരിയ സണ്ണി കൊച്ചിയിൽ ചേർന്നു. അൻമരിയ, തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും. അതോടൊപ്പം ഈ പറയുന്ന സാന്ദ്ര പ്രശ്നം അവിടെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ.
സുഹൈൽ, ഈ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് വലിയ തരത്തിലുള്ള നാടകീയ സംഭവങ്ങളാണ് നടന്നിരുന്നത്. സാന്ദ്ര തോമസിന്റെ പത്രിക പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അത് അകത്തുനിന്നും പുറത്തുനിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. നിർമ്മാതാക്കളുടെ ഇടയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനങ്ങളാണ് സാന്ദ്രയെ അനുകൂലിച്ചും സാന്ദ്രയെ എതിർത്തുകൊണ്ടും മുൻപോട്ട് വന്നതും നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് സാന്ദ്ര നൽകിയ ഹർജി എന്തായാലും ഈ മാസം 11 കോടതി പരിഗണിക്കും. ഇതിനിടയിലാണ് ഇന്നാണ് ഇതിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു അന്തിമ രൂപം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇന്ന് പുറത്തു വരും. അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന തീയതി ഇന്നാണ്. അതോടുകൂടിയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകുന്നേരത്തോടു കൂടി തെളിയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക നൽകിയിരുന്നത്. അത് പിൻവലിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പത്രികകൾ വരുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജി നന്ദിയാട്ടും സംവിധായകൻ വിനയൻ എന്നിവരാണ് പത്രിക നൽകിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ പത്രിക നൽകിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ട്രഷറർ സ്ഥാനത്തേക്കുമായി നിരവധി നിർമ്മാതാക്കളും മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു അന്തിമ പട്ടിക അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുറത്തു വരും. ഇത് പിൻവലിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെയായിരിക്കും ഇന്ന് പുറത്തു വരാനായിട്ടുള്ളത്. സുഹൈൽ, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ആൻമരിയ, ഈ സാന്ദ്രയുടെ പരാതി അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഇത് ഈ തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ആൻമരിയ? ആ രീതിയിലൊരു സാധ്യത നിലനിൽക്കുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സാന്ദ്രയുടെ സിനിമകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോമിനേഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ഒരു പ്രശ്നമായിട്ട് ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യത അത് നിലനിൽക്കുന്നില്ല. പക്ഷേ സാന്ദ്ര കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇനി അതിനെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. വലിയ തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ അന്ന് അതിന്റെ ഉള്ളിൽ അത് ആ പത്രിക പിൻവലിക്കുന്ന ആ സമയത്തിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. സാന്ദ്ര തോമസ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉയർത്തിയതാണ്. അതിനു മുൻപ് സാന്ദ്ര തോമസ് ഇത് നോമിനേഷൻ നൽകാൻ എത്തിയപ്പോൾ പറുതു ധരിച്ചു വരെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ അതിനിടയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുന്ന ആളുകൂടിയാണ് സാന്ദ്ര തോമസ്. അപ്പോൾ സാന്ദ്ര തോമസിനെ എതിർത്തുകൊണ്ടും സാന്ദ്ര തോമസിനെ അനുകൂലിച്ചുകൊണ്ടും മുന്നോട്ട് വരുന്ന ആളുകളും നിരവധിയാണ്. എന്നിരുന്നാൽ പോലും അത് തെരഞ്ഞെടുപ്പിനെ ഒരു പ്രശ്നമായിട്ട് ബാധിക്കുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ നടപ്പുവശങ്ങൾ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അത് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ വഴിക്ക് നടക്കും. സാന്ദ്രയുടെ നിയമവിവാഹ വ്യവഹാരം ആ വഴിക്ക് നടക്കും. മറ്റു വാർത്തയിലേക്കാണ്. വേറിട്ട മത്സ്യകൃഷിയുമായ മലപ്പുറം മെഡരിക്കോട് സ്വദേശിനി പാത്തുമ്മു ഹജ്ജുമ്മ വീട്ടിൽ നിർമ്മിച്ച കുളത്തിൽ 1000-ഓളം മത്സ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇവയെ പോറ്റി വളർത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സൗജന്യമായി നൽകുന്നതാണ് പാത്തുമ്മുവിന്റെ സന്തോഷം. പാത്തുമ്മ ചൂണ്ടയിട്ട് പിടിക്കുന്നത് മറ്റെവിടെയുമല്ല, സ്വന്തം കുളത്തിലാണ്. കുഞ്ഞുങ്ങളായപ്പോൾ കുളത്തിലിട്ടതാണ്. ഇപ്പോൾ ഭീമൻ മത്സ്യങ്ങളായി. ഇനി ഇവയെ പിടിച്ച് എല്ലാവർക്കും കൊടുക്കണം. ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. വാള 1000 കുഞ്ഞുണ്ട്. ഒക്കെ വലുതായിപ്പോൾ 1 കിലോത്തിൽ 6 ഉണ്ടാവും ഓരോന്ന്. ഒരു കൊല്ലാകുമ്പോഴത്തും പിടിക്കുമൊക്കെ. എല്ലാവരും കൊടുക്കും, വീട്ടിൽ ഉപയോഗിച്ചും കുടുംബത്തിലൊക്കെ കൊടുക്കും. വിശ്രമ ജീവിതത്തിൽ പാത്തുമ്മ സമയം ചിലവഴിക്കുന്നത് ഇങ്ങനെയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. മത്സ്യകൃഷിക്ക് പുറമെ പശുവും താറാവും കോഴിയും എല്ലാമുണ്ട്. വീട്ടിൽ പ്രായമായവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്നത് നല്ലതാണെന്നാണ് പേരക്കുട്ടികൾ പറയുന്നത്. ഇങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ എന്താണോ അവരെ ആക്ടിവിറ്റീസ്, അവർ എന്തിനാണോ അവർ സന്തോഷം കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ എളാപ്പ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്തു, വലിയ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം, ഏകദേശം ഒരു 35 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ മീനുണ്ട്, പിന്നെ വാഴയുണ്ട്, കൃഷികളുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ പിന്നെ വലിയ ഹാപ്പിയാണ്. 50 വർഷം മുന്നേ ഭർത്താവ് മുഹമ്മദ് മരിച്ചപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് പാത്തുമ്മു. അന്ന് ഉപജീവനം, ഇപ്പോൾ സന്തോഷത്തിനെന്ന് മാത്രം. 24 തിരൂർ.
എറണാകുളം ചിറ്റൂർ റോഡിലെ ഒരു കൊച്ചുമുറിക്കുള്ളിൽ പോഷകസമ്പുഷ്ടമായ മൈക്രോ ഗ്രീൻ ഫാം നട്ടുപിടിപ്പിച്ച അജയ് ഗോപിനാഥിന്റെ ന്യൂജൻ കൃഷി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. മൈക്രോ ഗ്രീൻസിന്റെ വിൽപ്പനയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഈ കർഷകൻ. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ചില മൈക്രോ ഗ്രീൻ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഏഴു വർഷങ്ങൾക്ക് മുൻപാണ് മൈക്രോ ഗ്രീൻസ് എന്ന ആശയം മനസ്സിൽ ഉടലെടുത്തത്. ആശയത്തിലുപരി അത് പാഷനായി മാറിയത് വേഗത്തിലായിരുന്നു. മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് വിപണി തേടിയിറങ്ങിയപ്പോൾ ചെറുതൊന്നുമായിരുന്നില്ല പ്രതിസന്ധികൾ. പുതിയ കുറേ ആൾക്കാർ അതിലോട്ട് അക്സെപ്റ്റ് ചെയ്തെങ്കിലും കുറേ പേര് അതിലോട്ട് അക്സെപ്റ്റ് ആയിട്ടില്ല. പച്ചക്ക് കഴിക്കുന്ന ശീലം മലയാളിക്കില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അറബിക് ഫുഡായ കുഴിമന്തി നമ്മൾ കൊണ്ടുവന്നപ്പോൾ ആ കുഴിമന്തിയുടെ കൂടെ അറബികൾ കഴിച്ചുകൊണ്ടിരുന്ന സലാഡ്സ് ഉണ്ട്. അവർ ഒരു കൈ കൊണ്ട് സലാഡ് കഴിക്കും, മറ്റേ കൈ കൊണ്ട് അവർ ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ സലാഡ് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് ഒഴിവാക്കി. ശരിക്കും അതാണ് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. നിരവധി ആന്റി ഓക്സിഡന്റും വിറ്റമിനുകളും അടങ്ങിയ മൈക്രോ ഗ്രീൻസിന് ഇപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് സ്വീകാര്യതയുണ്ട്. എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ക്യാൻസർ പേഷ്യൻസ് വന്ന് നമ്മളുടെ ഇത് വാങ്ങിച്ചതും അതുപോലെ അവർക്ക് കീമോതെറാപ്പിയിൽ അവർക്കുണ്ടായ റിസൾട്ടിൻ്റെയും ഈവൻ മുട്ടുവേദന മാറിയ കേസസ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ജിമ്മുകളുടെ റെസ്പോൺസ് രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അല്ല അവിടെ വേണ്ടത്. അവരെന്തും കഴിക്കും. അവരുടെ മസിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ്. മൈക്രോ ഗ്രീൻസ് കൃഷിക്ക് പുറമെ സംസ്ഥാനത്തും പുറത്തും കൃഷിക്ക് വേണ്ട പരിശീലനവും നൽകുന്നുണ്ട് അജയ് ഗോപിനാഥ്. ഗുണമെന്നുള്ള വിത്തുകൾ തന്നെ മുളപ്പിക്കണം, പരിപാലനവും അതുപോലെ വേണം. എങ്കിൽ മാത്രമേ മികച്ച മൈക്രോ ഗ്രീൻസ് വിളവെടുക്കാനാകൂ. മൈക്രോ ഗ്രീൻസിൽ നിന്ന് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രോ ഗ്രീൻസ് എന്ന ഈ കമ്പനി ഇപ്പോൾ. ഭക്ഷണം തന്നെയാണ് ഔഷധം. എനിക്ക് ചുറ്റിനും കാണുന്ന ഈ മൈക്രോ ഗ്രീൻസിന്റെ ഈ ഫാം തീരെ ചെറുതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ന്യൂട്രീഷണൽ വാല്യൂവിന്റെ കാര്യത്തിൽ ഒരു വലിയ പാടശേഖരത്തിന് സമാനമാണ് ഈ കൊച്ചുമുറിയിൽ ഒരുക്കിയിരിക്കുന്നത്. അജയ് ഗോപിനാഥ് എന്ന ന്യൂജൻ കർഷകന്റെ ഈ ഫാമിനുള്ളിൽ നിന്നും MT അതീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനമുണ്ടായ ധാരാലിൽ രക്ഷാദൌത്യം ഇന്നും തുടരും. 60-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി നിഗമനം. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. മേഖലയിൽ കുടുങ്ങി 28 മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമം നടക്കുകയാണ്. വിനീത വിജി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന കാര്യം വിനീത നേരത്തെ വിശദീകരിച്ചിരുന്നു. ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോഴുമുണ്ട്. പ്രതികൂല കാലാവസ്ഥയടക്കം തുടർ നീക്കങ്ങൾ ദൌത്യസംഘത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ വരും മണിക്കൂറുകളിൽ, ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന് ഈ കുടുങ്ങിയ മലയാളികളുടെ കാര്യത്തിലാണ്. അവർ സുരക്ഷിതരാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. അവരെ എയർലിഫ്റ്റ് ചെയ്യുന്ന അടക്കം ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത് വിനീത? തീർച്ചയായും ടി കെ, ഇവരിപ്പോൾ ഗംഗോത്രിക്ക് സമീപമാണ് ഈ മലയാളികളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരവിടെ സുരക്ഷിതമായി തന്നെ കഴിയുകയാണ്. അവരെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും ഈ മലയാളികൾ 28 പേരും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും അവിടെ പല മേഖലകളിലും ഈ റെഡ് അലേർട്ടും മഴയും ഒക്കെ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ സുരക്ഷിതമായി നാടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അവിടെ നിന്നുള്ള പ്രാദേശികമായുള്ള ജില്ലാ ഭരണകൂടവും ഒക്കെയായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. SDRF, NDRF സംഘങ്ങളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ച രക്ഷാപ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഈ പ്രശ്നബാധിത ധരാലി അടക്കമുള്ള മേഖലകളിലെ സ്ഥിതിഗതികളും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരകാശിയിലടക്കം ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ മേഖലകളിലേക്ക്, ഈ ധരാലിയിലേക്കൊക്കെ എത്തിച്ചേരുന്ന പാതകൾ, ആ മേഖലകളിലേക്കുള്ള റോഡുകൾ, പാലങ്ങളൊക്കെ പൂർണ്ണമായും തകർന്നു പോയൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നൊരു വിവരം, ഈ ബദ്രിനാഥിലേക്കുള്ള ദേശീയപാതയിൽ ഈ കുന്ന് ഇടിഞ്ഞ് വീണ് അവിടെയും ഇത്തരത്തിലേക്ക് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു
വെല്ലുവിളി ഉണ്ടാക്കുന്നത്. കാരണം ഈ പ്രശ്നബാധിത മേഖലകളിലേക്ക് പോകുന്ന വഴികളിലൊക്കെ സമാനമായിട്ടുള്ള ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകളും ഇത്തരത്തിലേക്ക് ഈ കുന്നിടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങളൊക്കെ റോഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ മറികടന്ന് വേണം അവിടേക്ക് എത്താൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ട്. ഒരുമിച്ച് തന്നെ ഈ ദുരന്തത്തെ നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ടി.കെ. ധരാലിയിലെ രക്ഷാദൌത്യം തുടരുകയാണ്. ദുഷ്കരവും ശ്രമകരവുമാണ് രക്ഷാദൌത്യമെന്നാണ് ഇപ്പോൾ വിനിത വിജി റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി വെരി ഗുഡ് മോർണിംഗ് കാണാം. പ്രേക്ഷകർക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിമും ക്രിസ്റ്റീന ചെറിയാനും ചേരും. നമസ്കാരം.